പൈസ കൊടുക്കുന്ന ആളിനെ അപേക്ഷിച്ച് നമ്മൾ പരിശോധിക്കേണ്ട സാധനങ്ങൾ നമ്മൾ പരിശോധിക്കണം, നമ്മൾ വെരിഫൈ ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യണം, അതുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതുണ്ട് നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സൈറ്റ് വരുന്നത്. ഈ സൈറ്റിന്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആ ഷെഡ്യൂൾ ക്രമീകരിക്കാനുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ പേര് തന്നെ ഞാൻ കൊടുക്കുവാണ്. അതിനുശേഷം ഡേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ കൊടുക്കാൻ പോകുന്നത് ഇവിടെ പിക്ക് ചെയ്യണത് അടുത്ത ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ജൂൺ 15-ാം തീയതിയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഡ്യൂറേഷൻ എത്രയാണ്, ഇപ്പൊ ഒരു 11 മാസം കൊണ്ടാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ബഡ്ജറ്റ് 45 ലക്ഷമാണെങ്കിൽ അത് കൊടുത്തു. എന്റെ പ്ലോട്ടിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് അത് കൊടുത്തു. ബിൽഡപ്പ് ഏരിയ എത്രയാണ് അത് കൊടുത്തു. എത്ര നിലയാണ്, ഇപ്പൊ 2 നിലയായിട്ടാണ് ചെയ്യുന്നത്. ബെഡ്റൂം എത്രയാണെന്നുള്ളത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ്, ഏത് സ്ട്രക്ചറിലാണ്, അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതേപോലെ മാറ്റി മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ നമുക്ക് എഞ്ചിനീയറോട് ചോദിച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമാക്കി മനസ്സിലാക്കിയിട്ട് അത് അതേപോലെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഫ്ലോർ പ്ലാൻ ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഞാനിവിടെ ഫ്ലോർ പ്ലാൻ അങ്ങ് അപ്ലോഡ് ചെയ്തു. അടുത്ത് നമുക്കിവിടെ സൈറ്റിന്റെ ലേഔട്ട് ആണ് കൊടുക്കേണ്ടത്. നമുക്ക് ബിൽഡിംഗ് പെർമിഷനും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നമ്മൾ ഏതായാലും എഞ്ചിനീയർ അക്കൗണ്ട് ചെയ്യണം. ആ ഒരു ഡ്രോയിങ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫസ്റ്റ് ഫ്ലോർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇത് നേരെ ജനറേറ്റ് ഷെഡ്യൂൾ എന്നുള്ള കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് നേരെ ജനറേറ്റ് ഷെഡ്യൂൾ കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് കൃത്യമാക്കിയിട്ട് അത് ക്രമീകരിച്ചിരും. ഇത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന്റെ വീട് വെക്കാൻ പോകുന്ന ആളുകൾക്കുള്ള ഏറ്റവും നല്ലൊരു ടാസ്ക് ആണ്. അത് കൃത്യമായിട്ട് ഡേറ്റ് ബേസ് ഡേറ്റ് ആയിട്ട് ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമാക്കിയിട്ട് ഇത് വരുന്ന കാര്യമാണ് വരുന്നത്. നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇതേപോലത്തെ റിസൾട്ട് ആയിരിക്കും. നമ്മുടെ പേര് ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയുണ്ടോ, മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലോർ പ്ലാൻ അനലൈസ് ചെയ്തപ്പോഴത്തേക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ പ്രിഫർ ചെയ്യുന്നത് ആ ലാംഗ്വേജ് നിങ്ങൾക്ക് ചെയ്യാം. അതിനകത്ത് കുഴപ്പമില്ല. ചില ആളുകൾക്ക് ചില വാക്കുകൾ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ചില ആളുകൾക്ക് അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് 2 ലാംഗ്വേജും കൂടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സൈറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്താണ് ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ തന്നെ ബൈ ഡേറ്റ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം നോക്കിക്കഴിഞ്ഞാൽ 15-ാം തീയതി, 16-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതി അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യേണ്ടതിനകത്ത് ഡേറ്റ് ബേസ് ആയിട്ട് കൊടുത്തേക്കുന്ന സാധനങ്ങളാണ്. ഇതിപ്പോൾ നമുക്ക് നേരെ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുണ്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ സമയത്തും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ആദ്യത്തെ കേസ്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ബൈ ഫേസ് കൊടുക്കാം. ബൈ ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ടാസ്കുകളാണ് നടക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലും മെറ്റീരിയൽ ഇപ്പോൾ ടൈൽ എടുക്കണതോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഡെഡ് ലൈൻ എന്താണ് വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ലേബർ കാര്യങ്ങളാണ് വരുന്നത്, ഇതൊക്കെ ബിൽഡറുടെ ടാസ്കാണ് വരുന്നത്. ഇതിന്റെ ഇപ്പുറത്തേക്ക് വരുന്നത് കണ്ടോ, ഇത് ഉടമയുടെ ഉത്തരവാദിത്തം വെച്ചാൽ ക്ലയന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പൈസ കൊടുക്കുന്ന ആളിനെ അപേക്ഷിച്ച് നമ്മൾ പരിശോധിക്കേണ്ട സാധനങ്ങൾ നമ്മൾ പരിശോധിക്കണം, നമ്മൾ വെരിഫൈ ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യണം, അതുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതുണ്ട്, ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ടാസ്കുകളും അതിന്റെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണായിട്ട് നിങ്ങൾ മാറും. വീട് വെക്കുന്ന ആളെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് നിങ്ങൾ പൈസ കൊടുക്കുന്നതിനെ അപേക്ഷിച്ച് ഇതേപോലെ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമാക്കിയിട്ട് അവർ ചെയ്യുന്നുണ്ടോ, അവർ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ, അതുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കത്തക്ക രീതിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഉൾപ്പെടെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. ഇതിനകത്ത് നമുക്ക് ഓരോ ദിവസം ടാസ്കുകൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടാസ്കുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചു, അപ്പൊ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ 1-ാം നിലയിൽ ഭിത്തി കെട്ടൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിന്റെ വാൾ ലേയിങ് ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ കാര്യങ്ങൾ, എന്താണ് ഈ ടാസ്ക്, അതിന്റെ ഇത് പ്രാധാന്യം എന്താണ്, ഇതെങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അപ്പൊ ഇതിന് സാധാരണ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എ കൊണ്ട് നമുക്ക് ഇവിടെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇമേജ് ജനറേറ്റ് ചെയ്യും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 100% ഇമേജ് ആയിരിക്കണം എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷെ നമുക്കൊരു ജസ്റ്റ് മനസ്സിലാകുന്ന രീതിയിലേക്കുള്ള ഒരു ഇമേജും കാര്യങ്ങളും. പക്ഷെ നമുക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത ആളെ അപേക്ഷിച്ച് ഇതേപോലെ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇങ്ങനെ നമുക്ക് ഇമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഇതൊരു ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഇമേജ് ആണ്. അപ്പൊ ഈ രീതിയിലുള്ള ക്വാളിറ്റിയിലായിരിക്കും അത് വരിക. ഇനിയിപ്പോ കുറച്ചുകൂടെ കാലം കഴിയുമ്പോഴത്തേക്കും റിയലിസ്റ്റിക് 3D ഇമേജും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഈ ടൈപ്പ് ഇമേജസ് ആയിരിക്കും വരുക. എന്നാൽ പോലും നമുക്ക് ഒരാളെ സംബന്ധിച്ചോളം ഈ 14-ാം തീയതി ഓഗസ്റ്റ് 2026 എന്താണ് നടക്കേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ അവിടെ വർക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ, അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത് ഉണ്ടോ, അപ്പൊ നമ്മളവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്, കല്ലിന്റെ ഗുണമേന്മ പരിശോധിക്കാം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. അപ്പം അവിടെ ക്യൂറിങ് നടക്കുന്നുണ്ടോ, അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കും. ആ ഒരു മൈൽ സ്റ്റോൺ എന്ന് വെച്ചാൽ 1-ാം നിലയിൽ ഭിത്തി കിട്ടുക ആരംഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത്. അപ്പൊ ആ ഡേറ്റിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ
ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യുന്ന ഒരു ഷെഡ്യൂളാണ് പറയുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ മലയാളത്തിലും കാര്യങ്ങളും കൊടുത്തേക്കണം നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. കണ്ടോ? ഇത് നേരെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും ഉണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇത് കണ്ടോ? ഇതുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഡേറ്റുകളോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് എക്സൽ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതല്ലാതെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ രീതി കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ? ഇവിടെ മേജർ ഡേറ്റ്സ് കിടപ്പുണ്ട്. ഇവിടെ ബൈ ഡേറ്റ്സ് ഉണ്ട്. ഓരോ ദിവസത്തെ ഡേറ്റഡ് ബൈ ആയിട്ടുള്ള സമ്മറി കൊടുത്തിട്ടുണ്ട്. അവിടെ അത് കണ്ടോ? ഈ ഇതുണ്ട് ഇവിടെ മേജർ ഡേറ്റ്സ് കിടപ്പുണ്ട്. ഈ മേജർ ഡേറ്റ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കണ്ടോ? ഇവിടെ വാസ്തുപൂജ അല്ലെങ്കിൽ കണക്ഷൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഫിനിഷിങ് അപ്പൊ നമുക്ക് ആ എഞ്ചിനീയറുമായിട്ട് ചോദിച്ചിട്ട് കാര്യങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതനുസരിച്ച് ടോട്ടലായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ചേഞ്ചസ് വരും. അപ്പൊ ഇത് ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിപ്പോ ഇവിടെ കാണിച്ചേക്കുന്ന നമ്മുടെ കയറി താമസവും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് 4/4 ആണെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് ഇവിടെ 14/4 ആക്കിയെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് ഇവിടെ 14/4 ആക്കിയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാം ചേഞ്ച് ആവും. കണ്ടോ? ഹാൻഡ് ഓവർ ചെയ്യണത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഇവിടുത്തെ ഡേറ്റിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ചേഞ്ച് ആകുന്ന രീതിയിലേക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റിൽ നമുക്ക് മേജർ ഡേറ്റുകൾ നോക്കിയിട്ട് ആ ഓരോ രീതിയിലും ചെയ്യുന്നത് എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മൾ 16 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ആ സ്റ്റേജിലുള്ള അവരോട് ചോദിക്കുക എന്നാണ് അവർ ഫിനിഷ് ചെയ്യണത്, എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, എന്നാണ് കാര്യങ്ങളുള്ളത്. അപ്പൊ അതനുസരിച്ച് നമ്മളിവിടെ ഡേറ്റും കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പുറത്തെ ഫേസ് കൊണ്ട് നമുക്ക് ചേഞ്ച് ആവും. എന്നിട്ട് നമുക്ക് ഓരോ ഡേറ്റ് വൈസ് ഡേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അതെങ്ങനെയാണ്, ശരിയാണോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ കൃത്യമായിട്ട് കറക്ഷൻസോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു വെബിനാർ വെക്കുന്നുണ്ട്. ആ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ കണക്റ്റഡ് ആയിട്ടിരിക്കുക. താങ്ക് യു.